മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് വിശ്വാസമുള്ള അനുസരണത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിന് വേണ്ടി അനുസരിക്കണം, വിശ്വാസത്തിന് ഉള്ള അനുസരണം നമ്മൾ കൂടി കാണണം എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ കൃപ പെരുകും, വർദ്ധിക്കും, ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധവും ചിന്തയും നമ്മളുണ്ടാവും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് 8-ാം വാക്യം തൊട്ടുള്ള വാക്യം ഞാൻ വായിക്കാം. 1-8 തൊട്ടുള്ള വാക്യം, 8 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അത്രയും നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ച് ഉള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികൾ എന്ന പോലെ നിങ്ങളിൽ വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവന്മാർക്കും ബർബന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളുടെ സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് ഏകദേശം സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വന്നതിന് ശേഷം നേരത്തെ ചിന്തിച്ച പോലെ 30 വർഷത്തോളം കഴിഞ്ഞു. പൗലോസിൻ്റെ കാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊരിന്തിയിൽ വെച്ചാണ് ഇത് എഴുതുന്നത്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചാണ് സർവ്വലോകം. ഇവിടെ സർവ്വലോകം എന്ന് പറയുന്ന റോമൻ എംപയറിൻ്റെ കീഴിലുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. അതുപോലെ തന്നെ കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്. ഈ നാളുകൾ കൊണ്ട്, ഇത്രയും വർഷം കൊണ്ട് ഈ സുവിശേഷം തടസ്സപ്പെട്ടിട്ടും ഇത് പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ അറ്റത്തോളം എത്തി എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ട് കാര്യമാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. റോമൻ വിശ്വാസികളുടെ വിശ്വാസം എല്ലായിടവും പ്രസിദ്ധമായി. എന്നുവെച്ചാൽ റോമിലുള്ളവരും കോരിന്തിരെ പോലെ തന്നെ കൃപാവരങ്ങളിൽ സമൃദ്ധിയുള്ളവരാണ്. അങ്ങനെ ആകണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവിടെ ഒരിക്കൽ ചെല്ലാനായിട്ട് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ എപ്പോഴും അവരുടെ ഇടിവിൽ നിൽക്കുന്ന ഒരു പൗലോസിനെയാണ് കാണുന്നത്. പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലും കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലും എല്ലാം തന്നെ ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. ആദ്യത്തെ അധ്യായങ്ങളിലെല്ലാം തന്നെ കാണുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി, നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന്. അതുകൊണ്ട് ഇവിടെ ദൈവത്തെ സാക്ഷിയാക്കി പൗലോസ് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഈ കത്തിൽ കൂടി അവരെ അറിയിക്കുകയാണ്. കാരണം ഇവിടെ ആരാധനയെക്കുറിച്ച് പറയുന്ന ഒരു വേർഡ് അവിടെ വന്ന് ഞാൻ പെട്ടെന്ന് അവിടെ എന്നെ ഒന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. അത് ഇംഗ്ലീഷിൽ സെർവ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെർവ് ഇൻ ദ സ്പിരിറ്റ്. നമ്മുടെ ആരാധന ആത്മാവിലായിരിക്കണം. നമ്മുടെ സേവനം ആരാധനയുടെ ആത്മാവിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൃഷ്ടിസേവ പാടില്ല. ആളിനെ പുകഴ്ത്തുന്നതുകൊണ്ട് കാര്യമില്ല, അത് ജെനുവിനായിരിക്കണം. ഫിലിപ്പിയർ 3:3 ആരാധന ആത്മാവിൽ വേണമെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 23 ഞാൻ ദൈവം ആത്മാവാകുന്നു, അവരെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുന്നു. 2 തിമോത്തിയോസ് 1:4 നിർമ്മല മനസ്സാക്ഷിയോട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഒരുപാട് റെഫറൻസ് ഉണ്ട്. കാരണം ദൈവം ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്.
അവൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോഴേ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിൽ ഒരിക്കലും ചെല്ലാൻ പാടില്ല. നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ ശുദ്ധതയോടുകൂടി കടന്നു, ആത്മാവിൻ്റെ ഐക്യവും ആത്മാവിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ വിശുദ്ധി, അത് വലിയൊരു ഘടകമാണ്. യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധീകരണം പ്രാപിക്കാതെ ആരും ഒരു നാളും ദൈവത്തെ കാണുകയില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള നിഷ്കളങ്കതയും വിശുദ്ധിയും എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അത് മാത്രമല്ല, പൗലോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയും പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എപ്പോഴും യാചിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പൗലോസ് ഒരു വാക്യം, അപ്പോസ്തല പ്രവൃത്തി 28:11 തൊട്ടുള്ള വാക്യം, അപ്പോസ്തല പ്രവൃത്തി 28 മുഴുവൻ കപ്പൽ ചേതത്തിൽ പോയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിനകത്ത് വായിക്കാം, ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കാം. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിഞ്ഞ് കിടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. അവിടെ 14 വാക്യത്തിൽ, അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് 7 നാൾ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. റോമയിലേക്ക് പോകുന്ന ട്രാവലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റോമയിലെത്തി. ഇനിയും അത് കഴിഞ്ഞിട്ട് അവിടെ ഇത് ഹേതുവായി നിങ്ങളെ 20 വാക്യത്തിൽ, നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേൽ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചുമക്കുന്നത്. ചെങ്ങലയിലാണ് പോയിരിക്കുന്നത്. 21 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവസാനം 29-30 വാക്യങ്ങളിൽ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് എൻ്റെ അടുക്കൽ വന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോകുന്നു. ഇവിടെ പൗലോസ് റോമ എത്തി, കാരാഗ്രഹത്തിലെത്തി 2 സംവത്സരം അവിടെ പാർത്തു എന്ന് കാണുന്നു. അവിടെ സുവിശേഷം അറിയിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ ഈ റോമയിലേക്ക് പൗലോസ് പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് 11-12 വാക്യങ്ങൾ കാണുന്നു. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ഇവിടെ എപ്പിസോഡ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയവരം വല്ലതും നിങ്ങൾക്ക് നൽകണം. ഐ മേ ഇമ്പാർട്ട് യു സം സ്പിരിച്വൽ ഗിഫ്റ്റ്. ഇതൊരു വലിയൊരു ഡിബേറ്റായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒന്ന് ആത്മീയവരം നൽകുക. രണ്ടാമത് പറയുന്ന 12 വാക്യത്തിൽ, ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടി എനിക്കും ആശ്വാസം ലഭിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നത്, അവരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. 11 വാക്യത്തിൽ നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയവരം വല്ലതും നൽകണം. ഇംഗ്ലീഷിലെ ഇമ്പാർട്ട് യു സം സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീയ വരം ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസിക്ക് പറ്റുന്നതാണോ? ഇപ്പോഴത്തെ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ്. ഫിസിക്കൽ എംപവറിങ് ആൻഡ് സ്പിരിച്വൽ എംപവറിങ്, 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ഫിസിക്കൽ എംപവറിങ് ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലും ഫിസിക്കൽ എംപവറിങ് ആദിമസഭയിലൊക്കെ കുറച്ചുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയണ്ട, ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴ് സ്പിരിച്വൽ എംപവർമെൻ്റ് ആണോ ഫിസിക്കൽ എംപവർമെൻ്റ് ആണോ ഉള്ളതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലതും, ഡിബേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും ഉണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ചില ആത്മീയ വരങ്ങൾ ഇമ്പാർട്ട് ചെയ്യുന്നു. കൈവെപ്പോടുകൂടി ചില ആത്മീയ വരങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, പുതിയ നിയമസഭയിൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയെ വിസിറ്റ് ചെയ്യുന്നത്, കാണുന്നത്,
അതിൻ്റെ പർപ്പസ് ഒരു പർപ്പസ് ഇതാണ്, ആത്മീയ വരങ്ങളെ ഇമ്പാർട്ട് ചെയ്യാൻ കൂടിയാണ്. അതെങ്ങനെയാണ് ബ്രദറെ ആത്മീയ വരങ്ങളെ ഇമ്പാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കും. ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ദൈവത്താലെ വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലന് ദൈവത്തിൻ്റെ ഗിഫ്റ്റുകൾ ഉള്ളതുകൊണ്ട് അത് ഈസി ആയിരുന്നു. നിങ്ങളും ഞാനും വേറൊരാളിനെ വിസിറ്റ് ചെയ്യുമ്പോഴേ ഈ ആത്മീയ വരങ്ങൾ എങ്ങനെയാണ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക? ഇത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് ആ വ്യക്തിക്കറിയാം. ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന വ്യക്തി. ദൈവത്തിൻ്റെ വരങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത് സാധാരണ കേസിലെ പ്രാർത്ഥനയിൽ കൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വരങ്ങൾ വരുന്നത്. കൈവെപ്പോഴുകൂടി ദൈവത്തിൻ്റെ വരങ്ങൾ നമുക്ക് വരാറുമുണ്ട്. എന്നാൽ ഇവിടെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ആത്മവരങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്ഥിരീകരണങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സ്ഥിരീകരണങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരുന്ന ഇതായിട്ടുള്ള ദൈവം ഈ വരങ്ങളൊക്കെ തന്നിരിക്കുന്നത് സഭയിലേക്കാണ് കൂടുതലും തന്നിരിക്കുന്നത്. നമുക്ക് സദ്യ അറിയാം, സഭയിലേക്കാണ് കൂടുതലും വരങ്ങൾ തന്നിരിക്കുന്നത്. അന്നേരം ഈ വരങ്ങൾ സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അന്നേരം അതിനു വേണ്ടി സ്ഥിരീകരണം, നമ്മളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃപാവരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മീയ വരങ്ങൾ ഇന്ന് സഭയ്ക്ക് ആവശ്യമാണ്, അതുപോലെ വ്യക്തികൾക്കും ആവശ്യമാണ്. ഈ വ്യക്തികളിൽ നമ്മളൊരു വീട് വിസിറ്റ് ചെയ്യുമ്പോൾ അവരുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും അത് നമുക്ക് ഇമ്പാർട്ട് ചെയ്യാനുള്ള കഴിവും ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കേണ്ട ആവശ്യമാണ്. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അയ്യോ അതൊക്കെ നടക്കുമോ എന്നൊക്കെ എന്നുള്ളതല്ല. നമ്മളിലൊരു വരമുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരാൾക്ക് അത് ദൈവീക കൃപയിലെ അത് സ്ഥിരീകരണത്തിനായി അവനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്കതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ഭാഗത്തിൽ പറയുന്ന പൗലോസിനത് കഴിഞ്ഞെങ്കിൽ ആ ദൈവീകരം നിങ്ങൾക്കും എന്നിലുള്ള ദൈവീകരം വേറൊരാൾക്ക് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല, അത് പറ്റുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരാളുടെ ദേഹത്ത് കയറി പിടിക്കുമ്പോൾ ആ ഒരു ഫിസിക്കൽ ഇമ്പാർട്ടേഷൻ നമുക്കുണ്ടാവും എന്നൊക്കെ പറയുന്നതിനകത്ത് ദൈവവചനത്തിനകത്ത് അതിൻ്റെ ബേസിസ് ഒന്നുമില്ല. ദൈവത്തിൻ്റെ വരങ്ങളും ശക്തിയും ഫിസിക്കൽ ഇമ്പാർട്ടേഷനും സ്പിരിച്വൽ ഇമ്പാർട്ടേഷനും ഒക്കെ ദൈവം കൊടുക്കുമായിരിക്കാം. എന്നാൽ അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കലുകൾ ഇന്ന് സഭയിൽ വന്നിരിക്കുന്നതിനകത്ത് ബിബ്ലിക്കൽ ബേസിസ് ഒന്നും അതിനകത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഈ വിസിറ്റിനൊക്കെ പോവുകയും മറ്റുള്ള വിശ്വാസികളെ കാണുകയും കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് വേറൊരാളുടെ സ്ലാൻഡറും കൊതിയും നുണയും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഇതേ രീതിയിൽ സ്ഥിരീകരണം നടത്താനായിട്ട് ആത്മീയ വരങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ടാണ്. രണ്ടാമത് ഇവിടെ പറയുന്ന ഒരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഒത്തൊരുമിച്ച് കംഫർട്ടിങ് മ്യൂച്വലി അന്യോന്യം ആണ്. എന്താണ് ആ സമയത്ത് റോമൽ മാത്രമല്ല, റോമ ഏരിയ എല്ലാം തന്നെ ഉണ്ട്. അവിടെ എല്ലാം തന്നെ കർത്താവ് സീസറാണ്. അന്നേരം അങ്ങനെയുള്ള പ്രതികൂലം വന്നിരിക്കുന്നത്, അതുകൊണ്ടല്ലേ പൗലോസിനെ ജയിലിലായിരിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് ആശ്വാസം തരുന്ന ആരാണ്? നിങ്ങളാണ്. നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഞാനാണ്. അവിടെ നിങ്ങളെ വിസിറ്റ് ചെയ്യുമ്പോഴേ അന്യോന്യം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മൂന്നാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട് 13-ാം വാക്യത്തിൽ, സഹോദരന്മാരെ എനിക്ക് ശേഷം ജാതികളിൽ നിന്ന് നിങ്ങൾ വല്ല ഫലവും ഉണ്ടാകേണ്ടതിനെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കട്ടെ. അവിടെ പറയുന്നത് ഫലമുണ്ടാകുവാനായിട്ട്, നിങ്ങൾ ചില ഫലം ഉണ്ടാകുവാനായിട്ട്. അന്നേരം ഏത് രീതിയിലാണ് ഈ ഫലം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്തുവാണ്? ദൈവത്തിൻ്റെ ക്യാരക്ടർ നിങ്ങളിലേക്ക് വരുവാനായിട്ട്, ഇൻഡ്യൂസ് ചെയ്യുവാനായിട്ട്, അതുണ്ടാകുവാനായിട്ടാണ് ഞാൻ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ വിസിറ്റൊക്കെ ഇന്ന് ഏത് രീതിയിലാണെന്ന് നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യുക. നമ്മുടെ സഭകളിലൊക്കെ തന്നെയുള്ള വിസിറ്റുകളും ഏത് രീതിയിലാണെന്ന് നിങ്ങൾ വിശകലനം ചെയ്യുക. നമ്മൾ ഭവനത്തിൽ പോകുമ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. തീർച്ചയായും പൗലോസ് ആ സുവിശേഷ ഘോഷണത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ ഒരിക്കൽ പോകാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പർപ്പസ് 3 പർപ്പസായിട്ട് അവിടെ കാണുന്നു. ഒന്ന് പറയുന്നത് വല്ല സ്ഥിരീകരണത്തിന് വേണ്ടി ഇമ്പാർട്ടേഷൻ ഓഫ് ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ ആത്മീയ വരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. 2 മ്യൂച്വലായിട്ട് കംഫർട്ട്, ആശ്വാസത്തിന് വേണ്ടി. 3 നിങ്ങൾ വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് വേണ്ടി.
ഈ രീതിയിലായിരുന്നു പൗലോസ്, ആ ഒരു എയിമോടുകൂടിയാണ് പൗലോസ് റോമയ്ക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മുടെയൊക്കെ ചിന്തകൾ ഈ രീതിയിലേക്കൊന്ന് മാറി എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ ആളുകളെ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേ, കൗൺസിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ, ദൈവത്തിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ വലിയ ഗിഫ്റ്റുകൾ അതിൽ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ പ്രാർത്ഥനകൾ കൂടിയും ദൈവസേനയിൽ ഇരിക്കുകയും ആ ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. നമ്മുടെ ചിന്തകൾ ഒക്കെ ആ രീതിയിൽ ആകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാകണം. പൗലോസും ആ സമയത്തൊക്കെ അപ്പോസ്തലന്മാർ പോകുമ്പോഴവിടെ നിഴൽ വീണിട്ട് പോലും രോഗികൾ സൗഖ്യമായതായിട്ട് കാണും. എന്നാൽ ഈ നാളുകളിലൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് പൗലോസ് റോമൻസ് ആ സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആഗ്രഹത്തെ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പഠിച്ചത്. കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കുറിച്ച് ഞങ്ങൾ കണ്ടു. അതുപോലെ അവരുടെ സ്ഥിരീകരണത്തിനായി വല്ല ആത്മീയവരം അവർക്ക് കൊടുക്കാനായിട്ടും, അതുപോലെ അവരോട് മ്യൂച്വലായിട്ടിരുന്ന് അന്യോന്യം ആശ്വസിപ്പിക്കാനായിട്ടും, അതുപോലെ അവരിലെ നല്ല ഫലവും ഉണ്ടാകേണ്ടതിനും ഒക്കെയുള്ള ആഗ്രഹത്തിനാണല്ലോ പൗലോസ് അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അത് തൻ്റെ ലേഖനത്തിൽ കൂടി അത് പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഞങ്ങൾ വായിച്ചത്. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കർത്താവെ എന്തെങ്കിലുമൊക്കെ ഗെയിൻ ചെയ്യാനായിട്ടല്ല, പിന്നെയോ ദൈവികമായിട്ടുള്ള കർത്താവെ നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്കുണ്ടാകുവാനായിട്ട് കർത്താവെ ഞങ്ങളെ നീ എടുത്തുപയോഗിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ചില ആളുകളൊക്കെ പ്രയാസങ്ങളിലിരിക്കുന്നവരെ ഞങ്ങൾ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ചില ആളുടെ പ്രയാസത്തോട് കണ്ടുകൊണ്ടിരിക്കുന്നു. തടസ്സപ്പെട്ട കല്യാണം അത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കല്യാണം വീട്ടിലെ ഭവനത്തിൽ അത് ഇല്ലാതെ നടക്കാതെ പോയി, അത് ഈ ദിവസങ്ങളിലെ ദൈവകൃപയാൽ പുതിയ കല്യാണം വന്ന് അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ ചില ആളുകൾ കർത്താവെ വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലിയുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിലെ ആ ജോലി അവർക്ക് തരപ്പെടുത്തി കിട്ടുവാനായിട്ട് ദൈവമേ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്കത് വന്നു ചേരട്ടെ. വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാനായിട്ട്, ഈ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇത് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനകളെ നീ കേൾക്കുന്ന ദൈവമായിട്ട് സ്തോത്രം, അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ കർത്താവ് വലിയ മിറക്കിൾസ് കർത്താവ് അവരുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയും സ്തോത്രത്തിന് വേണ്ടിയും അത് ഞങ്ങൾക്ക് ഉപകരിക്കും. പ്രത്യേകിച്ചും അത് ഞങ്ങളെ അറിയിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ പ്രയർ ലൈനിലേക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ചില ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് ഞങ്ങളോട് ചേർന്ന് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് പ്രയോജനമായി തീരും. അനേകം ആളുകൾ കർത്താവിനെ അറിയുവാനായിട്ടും അവൻ്റെ വഴികൾ ജീവിപ്പാനായിട്ട് ഇടവരും. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.